ഹായ് ഗൈസ്, അപ്പം വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വണ്ടി കണ്ടോ നിങ്ങൾ? ഇത് ഒറിജിനലെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണ്. അതായത് ഹാൻഡ് മെയ്ഡ് മിനിയേച്ചർ എന്ന് പറയും. ഇതുണ്ടോ, എങ്ങനെയുണ്ട് സാധനം? കിട്ടുമല്ലേ? അതായത് ഒറിജിനൽ വണ്ടി എങ്ങനെ ഇരിക്കുമോ അതിനെ കടത്തി വെട്ടുന്ന രീതിയിലാണ് ഇവന് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഇതൊരു ഐറ്റമാണ്. ഇതിൻ്റെ കുറേ വ്യത്യസ്തങ്ങളായിട്ടുള്ള വണ്ടികളുണ്ട്. അപ്പം നമുക്കതൊന്ന് പരിചയപ്പെടാം. അരുണേ, ഞാൻ ഈ വണ്ടിയെല്ലാം കണ്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ലോറിയാണ്. അപ്പോൾ നീ ഇതെങ്ങനെ ശരിക്കും ഇത് ഉണ്ടാകുമെന്ന് പറയാമോ? ഇത് ഫോറസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ നമ്മൾ ചെയ്ത വർക്കാണ്. ഓക്കെ. ഇത് ഒരു 45 ദിവസം കൊണ്ട് ചെയ്തെടുത്ത വർക്കാണ്. ഓ, അത്രയും ദിവസം എടുക്കും അല്ലേ? ഇത് നമ്മൾ ഓരോ ചെറിയ ചെറിയ പാർട്സ് ഉണ്ടാക്കി നമ്മൾ ടൈം എടുക്കും ഇത് ചെയ്യാൻ. 45 ദിവസം എടുത്തു ഈ ഒരു എസ് ലോറി ചെയ്യാൻ വേണ്ടി. ഇത് ഞാൻ ഒരു വീട്ടിൽ വെക്കാൻ വേണ്ടി ചെയ്ത മോഡലാണ്. ഓർഡർ വർക്ക് ഉണ്ടായിരുന്നു. ടൈം പാസിന് വേണ്ടി ചെയ്താണ് ആദ്യം. ഇപ്പൊ ഒരുപാട് ഓർഡർ വർക്ക് വരുന്നുണ്ട്. ഓർഡർ വർക്ക് വരുന്നുണ്ട്. ഓർഡർ വർക്ക് വന്ന വണ്ടി എല്ലാം കൊണ്ടുപോയി ഇതിപ്പോ വീട്ടിൽ വെക്കാൻ വേണ്ടി ചെയ്തൊരു മോഡലാണ്. ഓ ശരി. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാ, അതെങ്ങനെ നീ അത്? ഇത് ഫോറസ്റ്റ് ഷീറ്റ് ആണ് മെറ്റീരിയൽ. ഓ ശരി. അപ്പം അത് ഒരു സൈഡിലോട്ട് നമുക്ക് വളയ്ക്കാനും പറ്റും, ഒരു സൈഡിലോട്ട് അത് ഒടിഞ്ഞും പോകും. അപ്പൊ ആ വളയുന്ന ഒരു ഭാഗം വെച്ചാണ് നമ്മൾ ഈ ബോണറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തേക്കുന്നത്. ഓ ശരി. നമ്മൾ പെയിന്റ് ചെയ്യുന്നത് നമ്മൾ ഒറിജിനൽ വണ്ടിക്ക് പെയിന്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് പെയിന്റ് ചെയ്യുന്നത്. ബോഡി ഫില്ലർ ഇട്ട് NC പുട്ടി ഇട്ട് 2K പ്രൈമർ അടിച്ച് പെയിന്റ് ചെയ്യുവാണ്. പെയിന്റ് ചെയ്യുന്നത് നമ്മുടെ ചേട്ടനാണ് ചെയ്യുന്നത്, പെയിന്റ് ചെയ്ത് തരുന്നത്. ഇത് ഒരു ടൂറിസ്റ്റ് ബസ്സാണ്, BMR മോഡലാണ് വരുന്നത്. നമ്മൾ 3 കാറ്റഗറിയിലാണ് വണ്ടിയെല്ലാം ചെയ്യുന്നത്. 11 സെൻറ്റിമീറ്റർ വീതി, 13 സെൻറ്റിമീറ്റർ വീതി, 15 സെൻറ്റിമീറ്റർ വീതിയിലാണ് നമ്മൾ വണ്ടി ചെയ്യുന്നത്. വണ്ടിക്ക് ഓരോ മെഷർമെൻ്റ് ഉണ്ട്. ആ മെഷർമെൻ്റ് അനുസരിച്ചാണ് നമ്മൾ വണ്ടി ചെയ്യുന്നത്. ഇത് 15 സെൻറ്റിമീറ്റർ വീതി ചെയ്തേക്കുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. അതിനകത്ത് ക്യാബിൻ വർക്ക് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ബാറ്ററി ഡാമേജായി. പിന്നെ വീൽ റൊട്ടേഷനും കാര്യങ്ങളെല്ലാം ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സൈഡ് നമ്മൾ കർട്ടനാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ OHP ഷീറ്റാണ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇത് വീട്ടിൽ വെക്കാൻ ചെയ്തൊരു മോഡലാണ്. ഒരു 3 വർഷം സംതിങ് പഴക്കമുള്ളൊരു വണ്ടിയാണിത്. ഇതൊരു ഓർഡർ വർക്കാണ് ഈ വണ്ടി, നാഷണൽ പെർമിറ്റ്. ഇതൊരു 2004-2005 മോഡൽ വണ്ടിയാണ്. ഇത് 10 വീൽ വണ്ടിയാണ് വരുന്നത്. ഇത് ഞാൻ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഡോറ് ഓപ്പണിംഗ് ആണ്, വീല് റൊട്ടേഷൻ, പിന്നെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈക്ക് ഡോർ ഓപ്പണിംഗ് രീതിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ചെറിയ ചെങ്ങല ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓർഡർ വർക്കാണ്. നമുക്ക് ഇത് 6-ാം തീയതി കൊണ്ടുപോകും ഈ വണ്ടി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് ലോഡ് ഇരിക്കുന്ന രീതി വേണം ചെയ്യാനുള്ളത്. അതോടി കഴിയുമ്പോൾ ഈ വണ്ടി ഫുള്ളായിട്ട് കഴിയും. ഇത് പുതിയ മോഡൽ വരുന്നൊരു ബസ്സാണ്, അസ്ത്ര മോഡൽ. ഇതൊരു ഓർഡർ വർക്കാണ്. ഇത് കസ്റ്റമർ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സൈഡ് ബ്ലാക്ക്, ഫ്രണ്ട് ഗ്ലാസ് ബ്ലാക്ക്, അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് ഫോറസ്റ്റ് ഷീറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത് അടിച്ചേക്കുന്ന പെയിൻറ്റ് PU വൈറ്റ് ആണ്. നമ്മൾ ഒറിജിനൽ വണ്ടിക്ക് യൂസ് ചെയ്യുന്ന പെയിൻറ്റ് തന്നെയാണ് നമ്മൾ അടിച്ചേക്കുന്നത്. ഇത് വീൽ റൊട്ടേഷനും കാര്യങ്ങളൊന്നുമില്ല. ബേസ് മോഡലായിട്ട് 15 സെൻറ്റിമീറ്റർ വീതിയിൽ ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഒരാളൊരു ഓർഡർ തന്നെ എനിക്ക് ഇന്നൊരു വണ്ടി ചെയ്തു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ വണ്ടി, എനിക്കൊരു വണ്ടിയുണ്ട്, ആ വണ്ടി പോലെ ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. ടൈം എടുക്കും. ഞാൻ മാക്സിമം ടൈം എടുത്ത് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വണ്ടിയുടെ ഡീറ്റെയിലിങ്, സൈസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. ഓക്കെ. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് രണ്ടും ചെറിയ ടോയിൽ നമ്മൾ ചെയ്തെടുത്തതാണ്. ഇത് സെൻറ്റി എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ടോയാണ്. ഈ വണ്ടി നമുക്ക് വാങ്ങാൻ കിട്ടും, പക്ഷേ ഇത് ഇങ്ങനെയല്ല വണ്ടി വരുന്നത്. ഇത് ഫുൾ കവറിങ് ചെയ്തൊരു മോഡലായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്ത് മൊത്തം മാറ്റി കസ്റ്റം ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുത്ത വണ്ടിയാണിത്. ഇതും അതുപോലെ തന്നെയാണ് SE ലോറി. ഇതും അങ്ങനെ നമ്മൾ വാങ്ങിയൊരു ടോയാണ്. ആ ടോയ് നമ്മൾ കസ്റ്റം ചെയ്തെടുത്താണ്. ഇതും ഫോറസ്റ്റ് ഷീറ്റും ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അക്രിലിക് പെയിൻറ്റ് കാര്യങ്ങളാണ് യൂസ് ചെയ്തേക്കുന്നത്. ചെറിയ മുട്ടുസൂചിയാണ് ഇത് രണ്ടും യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമ്മളങ്ങനെ കസ്റ്റം ചെയ്തെടുത്ത വണ്ടിയാണ്. ഇതിന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ കസ്റ്റം ചെയ്ത് ചെറുതായിട്ട് കൊടുക്കാനും പറ്റുന്നതാണ്. ഞാനൊരു 9ാം ക്ലാസ് തൊട്ട് ചെയ്തു തുടങ്ങിയ വർക്കാണല്ലേ? ആദ്യം കാർബോഡി ചെയ്തു തുടങ്ങി, പിന്നെ ഫോറസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയലിനെ പറ്റി അറിവ് കിട്ടിയപ്പം നമ്മൾ അതിലോട്ട് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഐഷർ, കണ്ടോ? ഇതിപ്പം ഈ രീതിയിൽ ആണ് നിർമ്മിച്ചെടുക്കുന്നത്. ഇതിങ്ങനെ കണ്ടോ,
ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ പീസായിട്ടാണ് നിർമ്മിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആട്ടോ ചെയ്സ്. ഇതൊരു കിഡിലം വണ്ടിയാണ്. ഇത് ഫിനിഷിംഗ് ആയി വരുന്നതേ ഉള്ളൂ. അതായത് ഇതിൻ്റെ ഓഫ് റോഡ് ടയറും കാര്യങ്ങളും ഒക്കെ ഇട്ട് കിഡുമാക്കും. അപ്പോൾ അത് സെറ്റാവും. ഇത് ഒറിജിനലൊന്നുമല്ല, ഉണ്ടാക്കിയെടുത്താണ്. ഇതുണ്ടോ, ഒറിജിനലെ വെല്ലുന്ന രീതിയിലാണ് ഇവനിത് ഉണ്ടാക്കിയേക്കുന്നത്. ഇതാണ് ഇവൻ്റെ വർക്ക്ഷോപ്പ്. അതായത് ഒത്തിരി വണ്ടികളിങ്ങനെ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ലോറി കേട്ടോ. ഒരു അടിപൊളി ഒരു KSRTC കിടക്കുന്നുണ്ടോ. ഈ 2 വണ്ടിക്കും ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ പഴക്കമുണ്ട് കേട്ടോ. അതായത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിപ്പോൾ ഞാൻ മേളിൽ നിന്ന് എടുപ്പിച്ചതാണോ. ഇതുപോലുള്ള ലോറികളോ അല്ലെങ്കിൽ ബസ്സുകളോ കാറുകളോ ജീപ്പുകളോ അങ്ങനെ വെറൈറ്റികളായിട്ടുള്ള വാഹനങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള മിനിയേച്ചർ വേണമെന്നുണ്ടെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്താൽ മതി. അവൻ എൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.